ഹായ് ഓൾ, വീണ്ടും ഫെബ്രുവരി മാസത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂകളിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് പല ജില്ലകളിലെയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യണമെന്ന്. എനിക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ മറ്റു ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചെയ്യാത്തത്. കോട്ടയം, അതുപോലെ തന്നെ തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ ഇന്റർവ്യൂകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലഭ്യമല്ലാത്ത ഉത്തരങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടൊരു ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ, അതിപ്പോ ആ ജില്ലകൾ എന്നല്ല, ഏത് ജില്ലകളിൽ നിന്നായാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഉത്തരങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പഠിച്ച് മികച്ചൊരു ഉത്തരം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഏറ്റവും വേഗത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂർ, കോട്ടയം, എറണാകുളം ഈ 3 ജില്ലകളിൽ നിന്നും എനിക്ക് ലഭിച്ച ചോദ്യങ്ങളിൽ നിന്നുള്ള ഉത്തരങ്ങൾ, അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, എങ്കിലും മറ്റു ജില്ലകളിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ നമുക്ക് ലഭിച്ച എല്ലാ ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ ജില്ലകളിലെയും ചോദ്യങ്ങൾ ഒരുവിധം എല്ലാം തന്നെ സെയിം ആണ്. ഒരു ഡിഫറൻസ് വരുന്നത് അവരോട്, കാൻഡിഡേറ്റ്സിനോട് അവരുടെ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഒരു വ്യത്യാസം വരുന്നത്. അതായത് റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പേഴ്സണലായിട്ട് അറിയിച്ചാൽ മാത്രമേ നമുക്കറിയുള്ളൂ. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ഏകദേശം ഒരേ പാറ്റേൺസിലുള്ള ഒരേ ടോപ്പിക്ക് ഫോളോ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. മിക്ക ചോദ്യങ്ങളും ഹാൻഡ് ബുക്ക്, DLED ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് കവർ ചെയ്താൽ നമുക്ക് ഒരുവിധം എല്ലാ ചോദ്യങ്ങളിലെയും ഉത്തരങ്ങൾ ലഭിക്കും. പിന്നെ പേഴ്സണലി ഓരോരുത്തരുടെ സബ്ജക്റ്റ് വൈസ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ടീച്ചറുടെ ഡ്യൂട്ടികൾ എന്താണ് ഇന്ന് 3-4 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ എനിക്ക് പല ജില്ലകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്നത് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. പെട്ടെന്ന് കുറച്ചധികം ഡ്യൂട്ടീസ് നമ്മൾ ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 5-6 ഡ്യൂട്ടീസ് എങ്കിലും അവിടെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്ന കുറച്ച് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, ഒരു കുട്ടികളെ, പ്രൈമറി സ്റ്റുഡൻസിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് നൽകുന്നത്. അതിനാൽ തന്നെ അവർ ഏറ്റവും മികച്ച ടീച്ചേഴ്സ് ആയിരിക്കണം. അവരുടെ ഡ്യൂട്ടീസ് കരിക്കുലം ഏറ്റവും മനോഹരമായിട്ട് ഡെലിവറി ചെയ്യാനുള്ളൊരു കഴിവുള്ള വ്യക്തിയായിരിക്കണം ആ ടീച്ചർ. സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു തന്നിട്ടുള്ള ഏത് ഭാഗം പഠിപ്പിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. സിലബസ് ഏത് ടീച്ചർക്കും എടുത്തു തീർക്കാൻ സാധിക്കും. പക്ഷെ കരിക്കുലം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ആ കുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയെ ഉദ്ദേശിച്ചാണ് കരിക്കുലം രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കരിക്കുലം ഡെലിവറി എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ലെസൺ പ്ലാനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ വ്യത്യസ്ത തരത്തിലുള്ള കുട്ടികളുണ്ടാവും. അവരെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കാനും അത്തരത്തിൽ തന്നെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് ടീച്ചർക്കുണ്ടായിരിക്കണം. അതുപോലെ അസസ്മെന്റ്, ഓരോ കുട്ടികളെയും അസസ്മെന്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇവാലുവേഷൻ, ഇതൊക്കെ ടീച്ചറുടെ ഡ്യൂട്ടീസ് ആണ്. കുട്ടിക്ക് അനുസരിച്ചിട്ടുള്ള, ഓരോ കുട്ടികൾക്ക് അനുസരിച്ചുള്ള പഠന പ്രവർത്തനം രൂപപ്പെടുത്തുക എന്നതും ടീച്ചറുടെ ഒരു പ്രധാന ഡ്യൂട്ടിയാണ്. ടീച്ചിങ് മെത്തേഡ്, മോഡൽസ് എന്നിവ നിർമ്മിക്കുക എന്നത് LP ക്ലാസ്സുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ടീച്ചറുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെന്റ് കുട്ടികൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതും ടീച്ചറുടെ ഒരു ഡ്യൂട്ടിയാണ്. ടീച്ചർ സേഫായും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടും
ഏത് കുട്ടിക്കും സേഫ്റ്റി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ആ ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യേണ്ടത് ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യുക. കുട്ടികളുടെ ഉൽപ്പന്നങ്ങളും ടീച്ചേഴ്സിന്റെ വേർഷനും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച രീതിയിൽ ക്ലാസ് റൂം അറേഞ്ച് ചെയ്യുക എന്നത് ടീച്ചറുടെ ഒരു ഡ്യൂട്ടിയാണ്. ഓരോ കുട്ടികൾക്കും സ്വന്തം അമ്മയെ പോലെ കെയർ ചെയ്യേണ്ടവരാണ് പ്രൈമറി ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ആ കെയറിങ് എന്ന് പറയുന്നതും ഒരു ഡ്യൂട്ടി തന്നെയാണ്. സോഷ്യലി ഇമോഷണലി ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ട്, ആ കുട്ടികളിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ടീച്ചർ അവിടെ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒപ്പമുള്ള വർക്കേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനെ, കൊളീഗ്സിനെ എല്ലാവരെയും ഒരുപോലെ അവരുടെ കൂടി പ്രശ്നങ്ങൾ നമ്മുടേതാക്കി കണക്കിലെടുക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മുടേതാകും വിധം ചെയ്തു കൊടുക്കേണ്ടത് ഒരു ടീച്ചറുടെ കടമയാണ്. ഒരു മികച്ച ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചർ എല്ലായ്പ്പോഴും ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. പാരൻസുമായിട്ടുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അത് എപ്പോഴും നിലനിർത്തുക എന്നതും ടീച്ചറുടെ ഒരു പ്രധാന ഡ്യൂട്ടിയാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, ടീച്ചർക്ക് കുട്ടികളുടേതായ റെക്കോർഡ്സ് അതെല്ലാം കീപ്പ് ചെയ്യുക. അതുപോലെ ആവശ്യമായ എല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക. എല്ലാം HMന്റെ അടുത്തൊക്കെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക. ആവശ്യമായ ക്ലാസ് റൂമിലേക്ക് ആവശ്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് അറിയിക്കേണ്ട അധികാരികളെ അറിയിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ടീച്ചറുടെ ഡ്യൂട്ടിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു 10, 15, 20 എണ്ണത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇന്റർവ്യൂവിന് പറയാം. എല്ലാം തന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് 5, 6 എണ്ണം പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഇത്ര അധികം ഞാൻ പറഞ്ഞത്. ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോട്ടയം ഭാഗത്തു നിന്നുള്ള ഒരു ടീച്ചറാണ് എനിക്ക് അയച്ചു തന്നത്. ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഒരു പ്രദേശത്തുള്ള സ്കൂളിലേക്ക്, അതായത് ഒരു 3, 4 സ്കൂളുകൾ കൂടി ചേർന്ന് ആ സ്കൂളിലേക്ക് വേണ്ടി ഒരു കായിക അധ്യാപകനെ, ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിനായി ഒരു അധ്യാപകനെ നിയമിക്കുക എന്നൊരു നിർദ്ദേശം പറയുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ളൊരു ഇമ്പോർട്ടൻസ്, ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു രേഖ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ട്. നമ്മൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതിനെ പറ്റി പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിനായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ ഗവൺമെന്റ് ഇറക്കുന്നുണ്ട്. അതിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് എന്ന പേരിലുള്ള ഒരു പുസ്തകം കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെതായിട്ട് നമുക്ക് പല ക്ലാസ്സുകളിലും കാണിക്കാം. പാഠ്യപദ്ധതിയിൽ 2013 പാഠ്യപദ്ധതി പ്രകാരം ഇതിനുള്ള ഇമ്പോർട്ടൻസ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പാഠപുസ്തകം ഇറക്കുന്നത് എന്ന് പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാം. അതായത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്നതും ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതൊരു കായിക വിനോദവും നമ്മൾ അതിലേർപ്പെടുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് കുട്ടികളെ സന്തോഷം ഒരുപാട് ലഭിക്കുന്നുണ്ട്. അത് അല്ലാതെ തന്നെ ഒരുപാട് മാറ്റം കുട്ടികളിൽ ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസം നേടുന്നതിലൂടെ ലഭിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ മൊബൈല്, കമ്പ്യൂട്ടറിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി, ഒരു ശരീരം ലഭിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ സ്കൂളുകളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അത് മാത്രമല്ല, ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ കളികൾ മാത്രമല്ല, നല്ലൊരു ആരോഗ്യശീലം സ്വന്തമാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണം എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് അവർ ഇറക്കിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് ആ ടെക്സ്റ്റ് ബുക്കിൽ വളരെ രസകരമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ കാണാവുന്ന മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ്, പെട്ടെന്ന് ചെറിയ ചെറിയ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം ഫസ്റ്റ് എയ്ഡുകളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് തന്നെ പരസ്പരം ചെയ്യാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതെല്ലാം തന്നെ. ഇതിൽ നമുക്കൊരു 5ാം ക്ലാസ്സിലെ എൻ്റെ കയ്യിലുള്ളത് ഒരു 5ാം ക്ലാസ്സിലത്തെ പുസ്തകമാണ്. അതിൽ എൻ്റെ ശരീരം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, നാഡീസ്പന്ദനം, അതുപോലെ എൻ്റെ ചലനം കൊണ്ടുള്ള നേട്ടങ്ങൾ, എന്തെല്ലാം കളികളാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ളത്, ഓരോ കളി രീതിയിലും നമ്മൾ കളിക്കുന്നത് മൂലം നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ ഏതെല്ലാമാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കുട്ടികളെ അറിയുന്നതിന്, കുട്ടിയുടെ ബോഡിയെ പറ്റിയിട്ട് അറിയുന്നതിന്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, പ്രഥമ ശുശ്രൂഷയെ പറ്റിയിട്ടും, പൊള്ളല്, അങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മുറിവുകൾക്കൊക്കെ എന്തെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊന്ന് റോഡ് സുരക്ഷയെ പറ്റിയിട്ടാണ്. റോഡ് സുരക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ വിശദമായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ സാമൂഹിക ആരോഗ്യത്തെ പറ്റിയിട്ട്, മികച്ച അത്ലറ്റ്സിനെ പറ്റി, അവരുടെ ഒരു കായിക ജീവിതം എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പുസ്തകമാണ് ഇത്. ഇത്രയും ഞാൻ പറയാൻ കാരണം, ഇതിലേതെങ്കിലും 1-2 പോയിന്റ്സ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഞാൻ 1-2 വാക്കിൽ മാത്രം ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ആ 2 സെന്റൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇത്രയധികം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ 1-2 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അവിടെ അവർ ചോദിക്കുമ്പോൾ, ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്നുള്ള കാര്യം, അതുപോലെ ഖാദർ കമ്മിറ്റി 2020 NEP, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനുള്ളൊരു അറിവെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരും. അപ്പൊ ഇതൊക്കെയാണ് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി, അതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു കരിക്കുലത്തിനെ ബേസ് ചെയ്ത് എന്താണ് പറയാനുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റൊരു ചോദ്യം, ടെലഗ്രാഫിക് സ്പീച്ച് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇത് ഏകപദവാക്യമാണ് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് കുട്ടികൾ, ഏറ്റവും ഒരു ചെറിയ കുട്ടിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കുട്ടി ഒരു വാക്യം പറയാനായിട്ട് കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു കുട്ടി ഒരു വാക്ക് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ആശയം നമ്മളിൽ എത്തിക്കുന്നതിനെയാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് വെള്ളം വേണം, ചെറിയ കുട്ടിക്ക് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത്രയും പറയാനുള്ളൊരു കഴിവില്ല, സംസാരശേഷി അത്രയും വികസിച്ചിട്ടില്ല എങ്കിൽ കുട്ടി വെള്ളം എന്ന് മാത്രം പറയുകയാണ്. പക്ഷെ ഒരു മുതിർന്ന വ്യക്തിക്ക് അത് കേട്ടാൽ മനസ്സിലാവും ആ കുട്ടിക്ക് വെള്ളം വേണം. അപ്പൊ ഒരൊറ്റ വാക്കുകൊണ്ട് ആ കുട്ടിയുടെ ആശയം മറ്റൊരാളെ അറിയിച്ചു. ഇതിനെയാണ് ടെലഗ്രാഫിക് സ്പീച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് പ്രത്യാവർത്തനം അഥവാ റിവേഴ്സിബിലിറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പ്രത്യാവർത്തനം അഥവാ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് മുന്നറിവുകളെ പുതിയ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള കഴിവിനെയാണ് റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഒരേ സമയം ഒന്നിലധികം സ്കീമുകളെ ബന്ധിപ്പിക്കാൻ അതിന് സഹായകമായിട്ടുള്ള ഒരു മാനസിക ശേഷി. ഇത് രണ്ടും ഈ റിവേഴ്സിബിലിറ്റി എന്നുള്ളൊരു തോട്ടിൽ നമുക്ക് പറയാം. മുന്നറിവിനെ പുതിയ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള കഴിവ്, അതാണ് ഏറ്റവും സിമ്പിൾ. അതാണ് എനിക്കറിയാവുന്ന ഒരു പെട്ടെന്നുള്ളൊരു ചോദ്യം വന്നാൽ ഉത്തരം അതാണ് പറയാ. മറ്റൊന്ന് ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പോൾ കിട്ടിയതാണ്. പ്രത്യാവർത്തനം എന്നത് മുന്നറിവിനെ പുതിയ അനുഭവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള കുട്ടിയുടെ കഴിവിനെയാണ് റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് പല ജില്ലകളിലും ചോദിച്ച ചോദ്യമാണ്. പ്രൊജക്റ്റിന്റെ ഘട്ടങ്ങൾ, അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ LPയിൽ ഏതെല്ലാം പ്രൊജക്റ്റുകളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും പ്രൊജക്റ്റിന്റെ
പ്രത്യേകിച്ച് LP ക്ലാസ്സുകളിലാകുമ്പോൾ ഒരുപാട് ഘട്ടങ്ങളൊന്നും വേണ്ട. വിഷയം തിരഞ്ഞെടുക്കുക, അതിനെപ്പറ്റി ഒരു ഊഹം നടത്തുക, പരീക്ഷണ നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, വിവരശേഖരണം, നിഗമനത്തിലെത്തുക. ഇത്തരം 3-4 ഘട്ടങ്ങൾ മാത്രമാണ് പ്രൊജക്റ്റിന് LP ക്ലാസ്സിൽ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ഏതൊക്കെ പ്രൊജക്റ്റ് ടോപ്പിക്സ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്ക് നമ്മുടെ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. മണ്ണിനങ്ങളെ പറ്റിയിട്ട് വ്യത്യസ്തമായ മണ്ണിനങ്ങൾ ശേഖരിക്കാം, അത് നിരീക്ഷണമൊക്കെ നടത്തി ഇതിലാണ് ജലം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്, അതുപോലെ ഏറ്റവും കൂടുതൽ നിറങ്ങളിൽ വ്യത്യാസം, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി അത് ഏത് വേണമെങ്കിലും എടുക്കാം. മണ്ണിനെ പറ്റി വ്യത്യസ്ത തരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാം. മണ്ണ് ശേഖരിച്ചുകൊണ്ട് മാത്രം ഒരു പ്രോജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിക്കൊണ്ട് അതിനെ പറ്റി ഒരു പ്രോജക്റ്റ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് ഇലകളെ പറ്റിയിട്ടാണ്. വ്യത്യസ്ത നിറത്തിലുള്ള ഇലകൾ, വ്യത്യസ്ത ഷേപ്പിലുള്ള ഇലകൾ, അതുപോലെ തന്നെ ഇലകളുടെ ശേഖരണം, ഇതെല്ലാം ഇലകളെ പറ്റി തന്നെ ഇതുപോലെ 2-3 തരത്തിൽ പ്രോജക്റ്റ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കാണ് പക്ഷികൾ എന്നുള്ളത്. അവരുടെ ലീഫ് കളക്ഷൻ പോലെ തന്നെ നമുക്ക് ബേർഡ്സിൻ്റെ ഈ ഫെദേഴ്സ്, തൂവലോട് കളക്ഷൻ ചെയ്യാം. ഇപ്പോൾ ഈ നമ്മൾ ഇലയുടെ കളക്ഷൻ ചെയ്ത പോലെ തന്നെ തൂവലുകളും കളക്ഷൻ ചെയ്യാം, അതിന് വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പക്ഷികളിലെ വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളുടെ കൊക്ക്, കാല് എന്നിവയുടെ പ്രത്യേകതകൾ വെച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ് ചെയ്യാം. മൃഗങ്ങളെ പറ്റിയിട്ടാണ് പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ആഹാര രീതി, അതായത് സസ്യ ബുക്കുകൾ, അതുപോലെ മാംസ ബുക്കുകൾ, മിശ്ര ബുക്കുകൾ, ഇവ 3 ഏതെല്ലാമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അതുപോലെ തന്നെ അവയുടെ ഭക്ഷണ രീതിയും അവയുടെ ശരീര അവയവങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അതായത് കൂർത്ത പല്ലുകളും കാലുകൾ ഒക്കെ, നഖങ്ങൾ കൂർത്ത മൃഗങ്ങളായിരിക്കും മാംസാഹാരികൾ എന്നുള്ളവയും, പിന്നെ പല്ലുകളുടെ ഘടന വ്യത്യസ്തമായിരിക്കും പച്ചക്കറി, അതായത് പച്ചിലകളൊക്കെ തിന്നുന്ന ജീവികളുടെ, സസ്യാഹാരികളുടെ ഈ പല്ലുകൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇതൊക്കെ കുട്ടികൾ കണ്ടെത്താവുന്ന രീതിയിലുള്ള പ്രൊജക്റ്റിന്റെ ടോപ്പിക്കുകൾ, ഏത് ടോപ്പിക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്ക് 2-3 ടോപ്പിക്കുകളൊക്കെ പറയാം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. കൂടുതൽ ഇത്തിരി കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നുകൂടി ഇറങ്ങി ചെന്നാൽ നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് ടോപ്പിക്സ് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചത്, ഒരു കുട്ടിയുടെ പാരൻസ് തീരെ സ്കൂളിലേക്ക് വിടാനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും അവരുടെ കുട്ടീനെ സ്കൂളിലേക്ക് വിടാനായിട്ട് സമ്മതിക്കുന്നില്ല. വീട്ടിൽ തന്നെ എടുക്കുകയാണ്. അപ്പൊ ഇതിനെതിരെ ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? എന്ത് പ്രവർത്തനമാണ് ഇതിനെതിരെ നിങ്ങൾ ചെയ്യുക എന്നാണ് ഒരു ചോദ്യം ചോദിച്ചത്. ഇതിന് നമ്മൾക്ക് നമ്മുടെ കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉത്തരം പറയാം. കാരണം കുട്ടികളെ നിർബന്ധമായിട്ടും ഫ്രീ ആയിട്ടും എഡ്യൂക്കേഷനും സംരക്ഷണവും ഒക്കെയുള്ള ഒരു സമയമാണ്. ആർട്ടിക്കിൾ 45 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. അത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് എത്ര വയസ്സാന്ന് പറയില്ല. 6 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ ആർട്ടിക്കിൾ 45 എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അതല്ല 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ആർട്ടിക്കിൾ 51A പ്രകാരം ഇതൊരു മൗലിക ചുമതലയാണ് രക്ഷിതാക്കളുടെ. കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് സ്റ്റേറ്റിന്റെ അല്ല, രക്ഷിതാക്കളുടെ മൗലിക ചുമതലയാണ്. 6 വയസ്സ് വരെയാണ് സ്റ്റേറ്റിന്റെ ചുമതലയായിട്ട് പറയുന്നത്. തുടർന്ന് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ ചുമതലയാണ്. അത് നമുക്ക് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷന്റെ ഒക്കെ ഇടപെടൽ ഇവിടെ നമുക്ക് നടത്താം എന്നൊക്കെ നമുക്ക് അപ്പോൾ തോന്നുന്ന ഉത്തരങ്ങൾ പറയാം. പക്ഷെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്.
ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോ ലെങ്തി ആയിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. തുടർന്നും മറ്റു ജില്ലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഏവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.